ഇന്ന് നമുക്കൊരു ബിരിയാണി കഥ കേട്ടാലോ. ഇന്ന് ആശയ്ക്ക് ബിരിയാണി വെച്ച കഥ കേട്ടോ. ഞാൻ പറയാൻ പോണത് രാവിലെ തന്നെ മനുവിനെയും കൂട്ടി നമ്മൾ പോയത് പുൽപ്പള്ളിക്കായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് സാധനം മേടിക്കാറുണ്ട്, എനിക്കല്ല മനുവിന്. അപ്പോൾ മനുവിന് സാധനം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പുൽപ്പള്ളി പോയി. അവിടുന്ന് നമുക്ക് പോകേണ്ടത് പാപ്പളശ്ശേരി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാപ്പളശ്ശേരി പോയിട്ട് പ്രണവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിപ്പോൾ പാപ്പളശ്ശേരിക്ക് പോകുന്നത്. നമ്മൾ നേരെ പാപ്പളശ്ശേരി പോയിട്ടോ. ഇതാട്ടോ പ്രണവിൻ്റെ വീട്. ഇവൻ്റെ വീട്ടിലെ കണ്ണാടി കണ്ട എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ, എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പുൽപ്പള്ളി പോയി കേട്ടോ. പുൽപ്പള്ളി വന്നപ്പോൾ ആശിക്കുണ്ടായിരുന്നേ ഇന്ന് അവൻ്റെ ബിരിയാണി വെക്കാൻ പോകും കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ചിക്കനും മേടിച്ച് 1.5 കിലോ ചിക്കനും മേടിച്ച് ബിരിയാണി പീസിന് അരിഞ്ഞ് മേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോയത് ബിരിയാണി സ്റ്റോറിലേക്കായിരുന്നു കേട്ടോ. ബിരിയാണി സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് ബിരിയാണിക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് കേട്ടോ. നേരെ വീട്ടിലെത്തി പരിപാടി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പ്രണവിനെ വിളിച്ചായിരുന്നു, എടാ വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അവനും പറഞ്ഞു അവനും നീയും വരുവാണ്. പിന്നെ അവരും കൂടെ വന്നു കേട്ടോ. അവർ വന്നപ്പോഴേക്ക് ഏകദേശം പരിപാടിയൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ബിരിയാണി തുറന്നു. എൻ്റെ പൊന്നട പോയി കിട്ടില്ല ബിരിയാണി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുത്തേ നീ കിടിലനാടാ. അപ്പോൾ ഇത്രയും സൂപ്പർ ബിരിയാണി ഇവൻ ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് വിചാരിച്ചത്, പക്ഷേ കിടി വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഗൈസ്.